അപ്പൊ ഈ ആൽബത്തിൽ കോമാളിത്തരം കാണിക്കുന്ന സംഭവം ആൽബത്തിൽ കോമാളിത്തരം നിങ്ങൾ ഈ പ്രേക്ഷകർ നിങ്ങളിപ്പം പറഞ്ഞ പോലെ കുറച്ച് പേരല്ലേ എനിക്ക് കോമാളിയാക്കിയത്. അത് അവരുടെ സന്തോഷം, അത് അവര് പറഞ്ഞോട്ടെ, നെവർ മൈൻഡ്. ഓക്കെ. ഇപ്പോ നേരത്തെ ഒരു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ രേണുസുതി? ഞാനല്ല, രേണുസുതി ഞാൻ പറഞ്ഞു തള്ളച്ചിയുടെ കാര്യം പറഞ്ഞു. എന്നെ തള്ളച്ചിന്ന് വിളിച്ചാൽ അവരെ 100 പ്രാവശ്യം ഞാൻ അങ്ങനെ. ഓക്കെ. ആ തള്ളച്ചി പറയുന്നത് ഒരു 400 രൂപ മുടക്കി നമ്മളൊരു ഫോൺ റീചാർജ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് നോക്കിയിരിക്കും ആദ്യം കയറി വരുന്നത് രേണുസുതി. എന്റെ കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കാണാൻ വയ്യ, ഇതൊന്നും കുട്ടികളെ കാണിക്കരുത്. കാണണ്ട, കുട്ടികളെ കാണിക്കണ്ട, കണ്ണടപ്പിച്ച് വെക്കട്ടെ. അപ്പൊ ഒരു റിബലായി മാറിയോ താൻ? റിബലായി മാറിയോന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റും. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കും, പ്രത്യേകിച്ചും ഈ സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന രീതി. സുധിച്ചേട്ടനോട് മരണവും അല്ലെങ്കിൽ ഈ നമ്മുടെ കോമഡി സ്റ്റാർസ് സ്റ്റാർ മാജിക്കിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അതിന്റെ പേഴ്സണൽ ലൈഫ് എന്തും ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം മലയാളികൾക്ക് ഒരു ഷോക്ക് തന്നെയായിരുന്നു, താങ്കളെ പോലെ തന്നെ. കാരണം എനിക്കൊന്ന് വേറൊരു മിമിക്രി എന്നെ പോലെയല്ല, ഒരു ഭാര്യയുടെ അത്രയും എനിക്ക് തോന്നുന്നില്ല, അതിലപ്പുറം ചിലപ്പോൾ വരുമായിരിക്കും. ആയിക്കോട്ടെ. ആരാധകരെന്ന നിലയിൽ ഒരു വിഷമം തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഭാര്യയെ ജനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു അതുവരെ കണ്ടിരുന്നത്. ഓക്കെ. സുധിച്ചേട്ടന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓക്കെ, പാവം, അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം, അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. പക്ഷെ താങ്കൾ എല്ലാ ചിന്തകളെയും എല്ലാ പ്രതീക്ഷകളെയും അറുത്തു മുറിച്ചു മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് പോയി കളഞ്ഞു. വേറെ ലോ ലെവലിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ സത്യമാവോ? ലോ ലെവലിലേക്കൊന്നും ഞാൻ പോയോന്ന് ചോദിച്ചാൽ ഞാനത് സത്യം എന്ന് പറയത്തില്ല. കാരണം എനിക്ക് എന്റെ ഇഷ്ടത്തിന് അഭിനയിച്ച് ഞാൻ ജീവിക്കുന്നു. അതിന് ഇവിടെ ആർക്കും എന്ത് പ്രശ്നം എനിക്കറിയില്ല. ഞാൻ ആരുടെ തലയിൽ ചെന്ന് കയറിയിരുന്നല്ല അഭിനയിക്കുന്നത്. എന്നാലും സുധിച്ചേട്ടന്റെ ഭാര്യ എന്നൊരു ധാർമ്മിക ഉത്തരവാദിത്ത സമൂഹത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്താ, വീട്ടിൽ ഇരിക്കണോ സുധിച്ചേട്ടന്റെ ഭാര്യ? എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എന്ത്, എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ഇത് തന്നെയാ കുഴപ്പം. അത് തന്നെയാ കുഴപ്പം. എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല. ശരിയാണ്, അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന കോമാളി അത് എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യുന്നത് വ്യക്തിപരം എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് താങ്കൾ വീട്ടിലിരുന്ന് താങ്കളുടെ മാത്രം കൺമുമ്പിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിപരമല്ല, എന്നെ വിളിക്കുന്ന പൊതുമുതലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറയൂ. എന്നെ വിളിക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എന്താ പറയാ അഭിനയിക്കും. ഇനി ഷോർട്ട് ഫിലിം ആകട്ടെ, സിനിമ ആകട്ടെ, ആൽബം ആകട്ടെ, വെബ് സീരീസ് ആകട്ടെ, എന്ത് റീൽ ആകട്ടെ, ഫോട്ടോഷൂട്ട് ആകട്ടെ, എന്നെ ഇനി ആര് വിളിച്ചാലും എനിക്ക് ഇണങ്ങുന്ന രീതിയാണോ ആ വേഷം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ, ഞാൻ ചെയ്തിരിക്കും. അതിനി പൊതുമുതലല്ല, എന്ത് പറഞ്ഞാലും ചെയ്തിരിക്കും. അപ്പൊ ഈ ജനങ്ങളെ കളിയാക്കുകയല്ലേ? ജനങ്ങളെ കളിയാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ ജോലി ചെയ്യാൻ അപമാനിക്കല്ലേ? സുധിച്ചേട്ടനെ എന്തിനാ അപമാനിക്കുന്നത്? മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്തിനാ? സുധിച്ചേട്ടൻ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നാട് വിട്ട് താങ്കൾ ഡൈവോഴ്സ് ചെയ്ത് കളയത്തില്ലായിരുന്നു? ഒരിക്കലും ഇല്ല. സുധിച്ചേട്ടനെ എനിക്കറിയാം. വഴക്ക് പിടിക്കുമ്പോ ഞാൻ അപ്പൊ ഡിവോഴ്സ് ആകുന്ന തന്നെ സുധിച്ചേട്ടൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിൽ. ആ സുധിച്ചേട്ടനെ എനിക്കറിയാം. പിന്നെ എങ്ങനെ സുധിച്ചേട്ടൻ ഡിവോഴ്സ് ആയാലും തുറന്നു പറയത്തില്ലോ? ഇതൊക്കെ താങ്കൾ പറയുന്നതല്ലേ? അതിപ്പോ സുധിച്ചേട്ടൻ മരിച്ചു പോയില്ല, സുധിച്ചേട്ടനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയാം, എന്തും പറയാതല്ലേ, എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ അവകാശപ്പെടുന്നു, താങ്കളാണ് ഭാര്യ. അവകാശപ്പെടുന്നത് തന്നെയല്ല, നിയമപരമായിട്ട് കല്യാണം കഴിച്ച ഭാര്യ ഞാൻ തന്നെയാണ്. സമ്മതിച്ചു. പക്ഷെ താങ്കൾ അപ്പൊ കുറെ കാര്യങ്ങൾ പറയുമ്പോ നമുക്കത് കേട്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. സത്യമാണോ ഇല്ലെന്നൊന്നും തെളിയിക്കാൻ പറ്റും. അതെനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ കാര്യം ഞാൻ പറയും. വേണേ വിശ്വസിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. അപ്പൊ ജനങ്ങൾ താങ്കളെ കാണുന്നത് കൊണ്ടല്ലേ താങ്കൾ ഇപ്പൊ വന്നിരുന്ന ഈ അഹങ്കാരം പറയുന്നത്? അഹങ്കാരം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ജനങ്ങൾ കാണുവോ കാണാതിരിക്കുക, അത് അവരുടെ. കുറച്ച് പ്രശസ്തയായപ്പോ ഇച്ചിരി തലക്കനം കൂടിയിട്ടില്ല? ഒരിക്കലും ഇല്ല, എനിക്ക് ഒരു തലക്കനവും ഇല്ല. ഞാൻ തലക്കനുണ്ടെങ്കിൽ AC ബസ് അല്ലെങ്കിൽ AC ട്രെയിൻ ബുക്ക് ചെയ്ത് വരും. ഞാൻ ഇന്ന് രാവിലെ KSRTC വന്ന് രാവിലെ ലോക്കൽ ട്രെയിനിൽ തന്നെ ഇടിച്ചു കുത്തിയാണ് ഇവിടെ നിന്ന് വന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഞാൻ അങ്ങനെ വരത്തില്ല. അത്രയ്ക്ക് പിശിക്കൊന്നുമല്ല, അത്രയ്ക്കുള്ള കാശ് എന്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ അതൊന്നും പൈസ കിട്ടുന്നില്ലേ? പൈസ കിട്ടുന്നത് ചുമ്മാ വെച്ചോണ്ടിരിക്കാനല്ലോ. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു 5 പിള്ളേരുടെ കാര്യമുണ്ട്, കിച്ചുവിന്റെ കാര്യം, അവന് പോക്കറ്റ് മണി കൊടുക്കാറുണ്ട്, കൊച്ചിന്റെ കാര്യം നോക്കണം, അവന് പരിയാകുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണം, വീട്ടിലെ ചെലവ് നടത്തണം, പപ്പ അമ്മ, പിന്നെ തൊട്ടപ്പുറത്തെ ചേച്ചിയുടെ മക്കളുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി കിട്ടുന്നതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുമല്ല, ഇങ്ങനെ എന്നെ ചെലവാക്കുക. ഇതിൽ എന്തൊക്കെയോ ഒരു സത്യമില്ലായ്മ മണക്കുന്നുണ്ട്. എനിക്കറിയില്ല, കാരണം നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാകാം. എന്റെ മനസ്സിന് തോന്നലല്ല. ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും മുഖ്യധാര മാധ്യമങ്ങളിലേക്കോ ഓൺലൈൻ ഒരു റീൽ പോലും താങ്കൾ അന്ന് ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? യൂട്യൂബിനകത്തുണ്ടല്ലോ റീലൊക്കെ. ഓക്കെ. വെബ് സീരീസിനകത്ത് സൂചിച്ചോടെ 4 എപ്പിസോഡ് പറഞ്ഞിരുന്നു. 4 എപ്പിസോഡ് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമല്ലല്ലോ. ഞാൻ എന്ന് പറഞ്ഞു ശ്രദ്ധിക്കാൻ. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ. അഭിനയിച്ച രേണുസുതി അല്ല ഇന്ന് അഭിനയിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വർഷങ്ങളും ദിവസങ്ങളും, പിന്നെ ഞാൻ ഏജും കൂടിയല്ലോ, അതുകൊണ്ടായിരിക്കും വ്യത്യാസം. ഓക്കെ. ഏജ് കൂടിയതിന്റെ വ്യത്യാസം ഈ അഭിനയത്തിൽ ഉണ്ടോ അതോ തന്റെ? ഞാൻ എന്റെ പപ്പായ അമ്മയൊന്നും സിനിമാ നടനോ നടിമാരോ ഒന്നും അല്ല. എനിക്ക് പാരമ്പര്യം കിട്ടാൻ വേണ്ടിട്ട് ആകെയുള്ള സിനിമാ ബന്ധം സൂചിച്ചേട്ടനുമായിട്ടുള്ള ഒരൊറ്റ ബന്ധമാണ്. കലയുമായിട്ടുള്ള അടുപ്പം അത് മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കും, സ്കൂളിലൊക്കെ ആനിവേഴ്സറിക്ക്, അതല്ലാതെ ഒരു അടുപ്പവും ഇല്ല കലയായിട്ട് അടുപ്പമില്ല.
പക്ഷെ അപ്പൊ ഈ അഭിനയം ഇതിലേക്ക് വരുമ്പോ താങ്കൾ ചിന്തിക്കുന്നത് താങ്കൾ വലിയൊരു നടിയാണ്, അല്ലെങ്കിൽ ശോഭനയാണെന്ന ലെവലിലേക്കാണ് അഭിനയം? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ വെറും സാധാരണ ഒരുത്തി മാത്രമാണെന്ന് ചിന്തിച്ചാണ്. ഞാൻ ഒരു ശോഭന ചേച്ചിയല്ല, നയൻതാര ചേച്ചിയല്ല, മഞ്ജു ചേച്ചിയല്ല, ആരുമല്ല. ഞാൻ രേണു സുധി ആണ്. എങ്ങനെയാണ് അഭിനയിക്കുന്നത്. സിനിമയിലൊക്കെ അഭിനയിക്കുന്നത് കേട്ടല്ലോ, പുതിയ സിനിമ. തീർച്ചയായിട്ടും പോസ്റ്റർ ഇന്നിറങ്ങില്ല, എന്റെ ഫോട്ടോയുണ്ട്. ജിൻഡോ, ബിഗ് ബോസ് താരം ജിൻഡോ, ബിഗ് ബോസ് താരം രജിത്തേട്ടൻ, ഞാന്, നന്ദകിഷോർ സാറ്, ഇവരൊക്കെ ഉള്ള ഒരു സിനിമ. ഇന്ന് പോസ്റ്റർ ഇറങ്ങി, നമ്മുടെയൊക്കെ പോസ്റ്റർ ഇറങ്ങി. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പോ? എന്തും തോന്നാം. ഓക്കെ, സിനിമ ഏത് ടൈപ്പ് ഓഫ് സിനിമയാണ്? അതായത് ത്രില്ലർ ആണോ അതോ എങ്ങനെയാണ്? ഈ സിനിമ ഒരു സിനിമയാണോ? ഹോട്ടല്ല, ഒരു നല്ലൊരു കഥയാണ്, ഒരു വെറൈറ്റി കഥയാണ്. നമുക്കത് പറയാൻ പറ്റില്ല, അത് കാരണം എത്ര സസ്പെൻസ് ആണ്. ഓക്കെ, താങ്കളുടെ ആൽബത്തിൽ അഭിനയിച്ചിരുന്ന ആൽബത്തിൽ കുറച്ച് ആൾക്കാർ താങ്കളോടൊക്കെ അഭിനയിക്കില്ല. ഓരോ ആൽബങ്ങൾ ഇപ്പൊ ഭയങ്കര ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പാട്ട് കരിമിഴി കണ്ണാലെ, കുണുങ്ങി അങ്ങനെ കുറെ ആൽബങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ താങ്കൾ ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്, ഒരു ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊക്കെ ആയിട്ട്. മനുഷ്യനായിട്ട് അതായത് ആദ്യം ഒരു പയ്യനുമായിട്ട് അഭിനയിച്ചൊരു ഇതല്ലേ കരിമണി കണ്ണാലെ, അതായത് അമ്പലത്തിലെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാ ഇത്, തുടി കൊട്ടുന്ന പയ്യൻ. അത് താങ്കളൊന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു നോട്ടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അറിയാതെ ചിരിച്ചു പോകും. ചിരിക്കട്ടെ, എന്നെ കൊണ്ട് ചിരിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ചിരിച്ചോട്ടെ, നെവർ മൈൻഡ്, എനിക്കതൊന്നും വിഷയമല്ല. സത്യത്തിൽ കരയുമല്ലോ. ആ ആൽബം ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയരംഗങ്ങളല്ലേ, അതായത് ഭയങ്കരമായി പ്രണയം തോന്നുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, പിന്നെ ആ പയ്യൻ താങ്കളെ സ്നേഹിക്കുന്ന, അവൻ അങ്ങനെ അല്ല, പയ്യൻ ആദ്യം സ്നേഹിക്കുന്നു, പിന്നെ ഞാൻ തിരിച്ച് സ്നേഹിക്കുന്നു, ഒരുമിക്കുന്നു, ഞാൻ തേച്ചിട്ട് പോകുന്നു, ഞാൻ വേറെ കെട്ടുന്നു. ഇതാണ് ആൽബം. ഓക്കെ, ഇത് നോർമൽ തീമാണ് ഇപ്പൊ നടക്കുന്ന തീം. പക്ഷെ താങ്കൾ അതിനകത്ത് കാണിക്കുന്ന അഭിനയം കണ്ടിട്ടാണ് ആ ആൽബം, താങ്കളുടെ അഭിനയ മികവ് കൊണ്ടല്ല, താങ്കളുടെ അഭിനയ ദാരിദ്ര്യം കൊണ്ടാണ് അത് ഹിറ്റെന്ന് ഞാൻ പറഞ്ഞാൽ ആവാം, അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല്. നിങ്ങൾ സമ്മതിക്കും? എന്ത് സമ്മതിക്കാതിരുന്നിട്ടില്ല, എല്ലാം സമ്മതിക്കും. അപ്പൊ സമൂഹത്തിനൊരു ബാധ്യതയായി മാറുമോ? സമൂഹത്തിന് ബാധ്യതയായി മാറുമോന്ന് ഞാനല്ലോ തീരുമാനിക്കുന്നത്, സമൂഹമല്ലേ തീരുമാനിക്കേണ്ടത്. കുട്ടികളെയൊക്കെ താങ്കളുടെ വെബ് സീരീസ് ഒക്കെ കാണിക്കാൻ പറ്റൂ? തീർച്ചയായിട്ടും കാണിക്കാമല്ലോ. ഇത്രയും നാളുള്ളത് കാണിക്കും, നാളെ എന്നായി തരുമെന്ന് എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ഈ നമ്മളൊരു അഭിനയത്തിന്റെ ബാലപാഠമൊക്കെ ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവളെ പോലൊരു നടിയാവണോ എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു, അതെനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. എന്നെ പോലെ നടിയാവണം, എന്നെക്കാട്ടിലും വേറെ നടിയാവണം എന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ ഇതേ അല്ല അത്. സിനിമാ നടി ഒരു ഇപ്പം പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും അല്ലേ? അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു താങ്കളുടെ ഒരു പ്രൊഫഷനിലേക്ക് കേറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ട്, എല്ലാ ബന്ധുക്കളും. ഭയങ്കര സപ്പോർട്ട്, കസിൻസ് എല്ലാം. ശരി, ഭയങ്കര. ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറയുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട്? ഇത്രയൊക്കെ എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു? അഭിനയിക്കുന്നോ? എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയം ഒന്ന് പറയാമോ? അപ്പൊ എന്താണ് പറയണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എനിക്കൊന്നും വിഷയം. കളിയാക്കുന്ന ഒരു എനിക്കറിയത്തില്ല, ഞാൻ ആരും കളിയാക്കുന്നില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യർ, നവ്യ നായർ, ശോഭന, നടനം എന്നൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ, മമിത, ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ. താങ്കളെ അപ്പൊ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അഭിനയം. ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ, ഞാൻ സ്വീകാര്യത തന്നെയാണ്, എന്തും സ്വീകരിക്കും.